ഹലോ, ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയായിട്ട് അബി ആസ്വദിച്ചിരുന്നങ്ങ് ചായ കുടിക്കുക. മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് കുറച്ച് സമയം എടുക്കും ചായ കുടിക്കുക. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വന്ന് ഹായ് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് സൺഡേ ആയിട്ട് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 പേരിൽ നിന്ന് അതിഥികളും ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ചിക്കൻ കറി വെക്കാനായിട്ട് അടുക്കളയിലേക്ക് വന്ന് തേങ്ങാക്കൊന്തിട്ട് ഞാൻ വഴട്ടുകയാണ്. അങ്ങനെ വഴട്ടി അതൊരു പരുവാക്കി. അതിനുശേഷം അപ്പോഴേക്കും അമ്മ സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ അരിഞ്ഞ് തന്നു. അതും കൂടി ഇട്ട് കുറേ സമയം ഇട്ട് ഇളക്കി വേണമല്ലോ റെഡിയാക്കാൻ. അങ്ങനെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കറിവേപ്പിലയൊക്കെ അങ്ങനെ തന്നെ ഇട്ട് ആ കമ്പോടെ ഇടുമ്പോൾ ഒരു ഇച്ചിരിയും കൂടെ മണം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ഊരി ഇടാതെ അതുപോലെ തന്നെ ഇട്ടു. എന്നിട്ട് ഉപ്പ് എത്ര സ്പൂൺ ഉണ്ടെങ്കിലും നമ്മൾ കൈ വെച്ച് ഉപ്പ് വാരിയിടുന്നതിൻ്റെ സുഖമൊന്ന് വേറെ തന്നെ. അങ്ങനെ ഉപ്പും കുറച്ച് തട്ടിയിട്ട് എല്ലാ പൊടികളും കൂടി ചേർത്ത് കലക്കി ഒരുവിധം സെറ്റാക്കി അടപ്പേ വെച്ച് ഞങ്ങൾ വിറകടുപ്പിലോട്ടാണ് ഇത് മാറ്റി വെച്ചത്. ഗ്യാസിൽ ഇട്ട് വഴറ്റിയിട്ട് വിറകടുപ്പിലോട്ട് നേരെ വെച്ചു. അപ്പോഴേക്കും അമ്മ റൈസ് അവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് ചിക്കൻ പുരട്ടിയും വെച്ചിട്ടുണ്ടായിരുന്നു വറക്കാനായിട്ട്. ഇനി റൈസിനകത്ത് ഇടാൻ കുറച്ച് ക്യാരറ്റും ബീൻസും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റാക്കണമല്ലോ. അപ്പോഴാണ് റോഡിൽ 50 രൂപ പാത്രങ്ങളെന്നും പറഞ്ഞുകൊണ്ട് അണ്ണാച്ചി കിടന്ന് വിളിച്ചത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നേരെ തീയും കുറച്ചിട്ടിട്ട് അങ്ങോട്ട് ചാടിപ്പോയി. അയാളുടെ കയ്യിൽ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിണ്ണികൾ, വട്ടപാത്രങ്ങൾ എല്ലാം 50 രൂപ. ഏതെടുത്താലും 50 രൂപ. ഒരു പ്ലേറ്റ് എടുത്താലും 50 രൂപ. അങ്ങനെ ഞങ്ങളൊരു വട്ടപാത്രവും ഒരു കൊച്ചു കിണ്ണിയൊക്കെ മേടിച്ചുകൊണ്ട് നേരെ കയറി വന്നപ്പോഴേക്ക് ഈ റൈസ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി അങ്ങനെ ചോറ് സെറ്റാക്കി വെച്ചു. അത് കാണാൻ ഒരു കളർഫുള്ളായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ചിക്കൻ കറി അപ്പോഴേക്കും അടുപ്പിൽ വെന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ കറി എടുത്ത് മാറ്റി വെച്ചു. ചോറും എടുത്ത് സെറ്റാക്കി വെച്ചു. അപ്പോഴാണ് അബിയുടെ ഫേവറേറ്റ് സാധനം റെഡിയാക്കിയത്. ചിക്കൻ വറുത്തത്. അത് പിന്നെ എത്ര കറി ഉണ്ടെങ്കിലും അത് മസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സലാഡും കൂടി സെറ്റാക്കി. എന്നിട്ട് ചിക്കൻ വറുത്തതിൻ്റെ മണം കേട്ടപ്പോഴേ ഒരാൾ വന്ന് നല്ല മണം അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾക്ക് ചോറ് കൊടുത്തു. റീലും കണ്ട് ആസ്വദിച്ചിരുന്ന് ചോറ് കഴിക്കുമായിരുന്നു. പിന്നെ ഞാനും കുറച്ച് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അങ്ങനെ കുറച്ച് കഴിച്ചു. അതിഥികളൊന്നും വരാൻ കാത്തുനിന്നില്ല. അവർ വരാൻ എന്തായാലും 2-2:30 ആയി. അപ്പോഴേക്കും ഞാനും അങ്ങ് കഴിച്ചു. അപ്പോൾ ടാറ്റ.